ഗുണഫലം മുസ്ലിം ലീഗ് അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള തിരുത്തലുകൾ ഇടയ്ക്കിടെ വന്നതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും ചെറിയ ചെറിയ മാറ്റങ്ങളോടുകൂടി വളർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇനിയും ജമാഅത്തെ ഇസ്ലാമി ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നത് കൊണ്ട് മുസ്ലിം ലീഗിനെ തകർത്തിട്ടാകാം എന്ന് ജമാഅത്ത് തീരുമാനിച്ചിട്ടില്ല. മുസ്ലിം ലീഗ് നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടായിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. ദീർഘകാല അടിസ്ഥാനത്തിൽ യോജിക്കാനുള്ള വഴികളുണ്ടെങ്കിൽ അതുണ്ടാവുകയും ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പരസ്പരം സഹകരിച്ച് വർത്തിക്കാൻ കഴിയുമെങ്കിൽ. മുസ്ലിം ലീഗിനെ തകർത്തിട്ട് ഒന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും ലഭിക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് അതിനെ തകർക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് നേതാക്കളോട് നിങ്ങൾ സ്വകാര്യമായി ചോദിച്ചു നോക്കൂ. മുസ്ലിം ലീഗ് തകരുന്ന സന്ദർഭത്തിൽ, അത് പിളരുന്ന സന്ദർഭത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ ഓടിയെത്താറുണ്ട്, പരസ്പരം യോജിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. മുസ്ലിം സംഘടനകളിൽ ഏതെങ്കിലും ഒന്നിന്റെ പിളർപ്പിന് ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സംഘടനയുടെ പിളർപ്പിൽ ആപ്പിറക്കാൻ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വന്നിട്ടുണ്ടോ? എന്നെ മുജാഹിദ് പ്രവർത്തകർ അത്ഭുതം കൂറുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട്, നിർഭാഗ്യകരമായ രൂപത്തിൽ ഞങ്ങളിൽ പിളർപ്പുണ്ടായി. ഈ പിളർപ്പിനെ മുതലെടുക്കുവാനോ ഈ പിളർപ്പിൽ ആപ്പിറക്കിക്കൊണ്ട് പരസ്പരം ശത്രു വർദ്ധിപ്പിക്കുവാനോ ജമാഅത്തെ ഇസ്ലാമി ശ്രമിച്ചിട്ടില്ല. ഖത്തറിലെ അനുഭവം വെച്ചുകൊണ്ട് നിങ്ങൾ പറയും, ഖത്തറിലെ അനുഭവം വെച്ചുകൊണ്ട് പറയും, ജമാഅത്തെ ഇസ്ലാമി ഈ അവസരം എന്നാൽ അവരെ ഒരു വഴിക്കാക്കി കളയാം എന്ന് പറഞ്ഞ് മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം മുജാഹിദിന്റെ പിളർപ്പ് ഗുണകരമല്ല, സുന്നികളുടെ പിളർപ്പ് ഗുണകരമല്ല. ആ പിളർപ്പുള്ളത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ സംസ്കരണ പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട് അവർക്ക് ശത്രുത കൂടിക്കൂടി വരുന്നത്. മുജാഹിദുകൾ പിളരുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളവരാണല്ലോ ഏറ്റവും നല്ല മുജാഹിദ്. അപ്പൊ അവരുടെ മത്സരം ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ശത്രുതയിലുള്ള മത്സരമായിരിക്കും എന്നുള്ളതാണ്. ഞങ്ങൾ ഇത്രയേ ഉള്ളൂ, മറ്റൊരു 105 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ 110 ഡിഗ്രി. അപ്പോ ജമാഅത്തെ ഇസ്ലാമിക്ക് സ്വകാര്യമായൊരു ഉദ്ദേശം ഉള്ളത് എന്താ വെച്ചാൽ, അവർ ഏകീകരിച്ചു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്തു നിന്നുള്ള എതിർപ്പ് വേണ്ടതില്ലല്ലോ, ഒറ്റ ഭാഗത്തു നിന്നാണ് കിട്ടും എന്നുള്ളതാണ്. അങ്ങനെ സ്വകാര്യമായ ഉദ്ദേശമുണ്ടെങ്കിലും പിളർപ്പ് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം ലീഗിന്റെയും അങ്ങനെ ദുർബലത ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മുസ്ലിം ലീഗ് പ്രബലപ്പെടണം, ശക്തിപ്പെടണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടുന്ന മുന്നണിയിൽ BJPയിലെ വിഘടിത പാർട്ടിയുടെയോ ഹൈന്ദവ മുന്നണികളുടെയോ സഹകരണമുണ്ടോ? സ്വാമികളുമായും പാതിരിമാരും ബന്ധമുണ്ടെന്ന് പറയുന്നു. ഏതെങ്കിലും അമ്പലമോ ചർച്ചുകളോ മൂന്നാം മുന്നണിക്ക് വേണ്ടി സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ? ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, BJPയുമായി നേരത്തെ തന്നെ സഹകരിക്കേണ്ടതില്ല എന്നുള്ള സ്വീകരിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാം. ഫാസിസ്റ്റ് സംഘടനയുടെ വളർച്ചയ്ക്കെതിരായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖം ശക്തിപ്പെട്ടത് വന്നത് തന്നെ. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖം ഇന്ത്യയിൽ ശക്തിപ്പെട്ട് വന്നിട്ടുള്ളത് ഫാസിസ്റ്റ് വിരുദ്ധമായിട്ടാണ്. അതുകൊണ്ട് അവരുമായിട്ട് ഒരു സന്ധിയോ സംഭാഷണമോ നടത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നതാണ്. പാതിരിമാരും സ്വാമികളുമായും ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരസ്പര സൗഹാർദ്ദത്തിന്റെ ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ ബന്ധം ഞങ്ങൾക്ക് RSSകാരുമായിട്ടുണ്ട്. അവരുമായിട്ടും സംസാരിക്കാറുണ്ട്, കൂട്ടുകൂടാറുണ്ട്, വർത്താനം പറയാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഫാഷിസത്തിന്റെ വളർച്ചയെ പ്രതിരോധിക്കാൻ അതിന്റെ അവസാനത്തെ ശ്വാസം വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം അത് ഇന്ത്യ ഉൾക്കൊള്ളുന്ന മതേതരത്വത്തിന്റെയും ബഹുസ്വരതയുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ് എന്നതാണ്. പിന്നെ പാതിരിമാരും സ്വാമിമാരുമായിട്ടുള്ള ബന്ധം മനുഷ്യ സമൂഹത്തിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ടതും മതങ്ങളുടെ പരസ്പരമുള്ള ആദാന പ്രദാനങ്ങളുമായി ബന്ധപ്പെട്ടതും മത സൗഹാർദ്ദവും സമുദായ സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ടതുമായ കാര്യങ്ങളാണ്. അതിൽ രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ല. മനുഷ്യരുടെ മോക്ഷ സാക്ഷാത്കാരത്തിനുള്ള മതത്തെ അധികാരം പിടിച്ചെടുക്കാനും ഭരണത്തെ അട്ടിമറിക്കാനും ഉപയോഗിക്കുന്നത് ശരിയാണോ? മനുഷ്യരുടെ മോക്ഷ സാക്ഷാത്കാരത്തിനുള്ള മതത്തെ അധികാരം പിടിച്ചെടുക്കാനും ഭരണത്തെ അട്ടിമറിക്കാനും ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നാണ്. മതത്തെ സംബന്ധിച്ചുള്ള മൗലികമായ സങ്കല്പവുമായിട്ടാണ് ഇതിന്റെ ബന്ധം. ഞാൻ വിശ്വസിക്കുന്ന മതം കേവലമായ മോക്ഷ സാക്ഷാത്കാരത്തിന് മാത്രമുള്ള മതമല്ല. അതായത് മരണത്തിന് ശേഷം
ഒരു ആത്മീയമായ അഭ്യുന്നതി കിട്ടുവാനും സ്വർഗം കിട്ടുവാനും മാത്രം ഉപയോഗിക്കാവുന്ന ഒരു മതത്തിൽ എനിക്ക് തീരെയും താല്പര്യമില്ല. ആ മതം എന്നെ വിശുദ്ധീകരിക്കുന്നുണ്ടോ? ആ മതം എന്റെ കുടുംബത്തെ നന്നാക്കി തീർക്കുന്നുണ്ടോ? ആ മതം എന്റെ സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നുണ്ടോ? ആ മതം എന്റെ രാഷ്ട്രത്തെ മൂല്യാധിഷ്ഠിതമായി വളർത്തിയെടുക്കാൻ എനിക്ക് പ്രേരണ നൽകുന്നുണ്ടോ? അത്തരത്തിലുള്ള ഒരു മതത്തിൽ മാത്രമേ എനിക്ക് മതിപ്പും താല്പര്യവുമുള്ളൂ. ഞാൻ വിശ്വസിക്കുന്ന മതം അങ്ങനെയുള്ള മതമാണ്. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മതവിശ്വാസി ഞാൻ മാത്രമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ മഹാഭൂരിഭാഗം മതവിശ്വാസികളും അങ്ങനെ വിചാരിക്കുന്നവരാണ്. ഈ വിഷയത്തിൽ ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് എനിക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്ന വ്യക്തി ബഹുമാന്യനായ ഗാന്ധിജിയാണ്. ഗാന്ധിജി മതത്തെ രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തെ മതത്തിൽ നിന്ന് വേർപെടുത്തുന്നത് തീർത്തും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം മതമൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിച്ചു. അദ്ദേഹം അത് പ്രബോധനം ചെയ്തു. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം രാമരാജ്യം എന്ന് പറഞ്ഞു. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം ദൈവരാജ്യം എന്ന് പറഞ്ഞു. ചില ഘട്ടങ്ങളിൽ ഖലീഫ ഉമറിന്റെ ഭരണം എന്ന് പറഞ്ഞു. ഈ രാമരാജ്യം എന്ന് പറയുമ്പോൾ അത് ഹൈന്ദവ ടെർമിനോളജിയാണ്. സ്വർഗരാജ്യം എന്ന് പറയുമ്പോൾ അത് ക്രൈസ്തവ ടെർമിനോളജിയാണ്. ഖലീഫ ഉമറിന്റെ ഭരണം എന്ന് പറയുമ്പോൾ അത് ഇസ്ലാമിക ചരിത്ര പാരമ്പര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനോഹരമായ ഒരു പ്രയോഗമാണ്. അദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ കേവലമായ ആത്മീയ മോക്ഷം അതുമാത്രമല്ല മതത്തിന്റെ ലക്ഷ്യം. മതത്തിന്റെ ലക്ഷ്യം മനുഷ്യൻ വ്യക്തി എന്ന നിലക്കും കുടുംബം എന്ന നിലക്കും സമൂഹം എന്ന നിലക്കും രാഷ്ട്രം എന്ന നിലക്കും ശുദ്ധീകരിക്കപ്പെടണം. മതമൂല്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തിയും സമൂഹവും രാഷ്ട്രവും നിലവിൽ വരണം. അതാണ് മതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്ത് പ്രബോധനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മതത്തെ ആ ഒരു അർത്ഥത്തിൽ പരിമിതപ്പെടുത്തുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മതരഹിതമായ ആളുകൾക്ക് നമ്മുടെ രാജ്യത്തെ നിർണയിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെങ്കിൽ മതവിശ്വാസികളായ ആളുകൾക്കും ഉണ്ടാകണം. അവരെ അതിൽ നിന്ന് തടയുന്നതിൽ ഒരു ജനാധിപത്യമില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. മതമില്ല, ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് നമ്മുടെ രാജ്യത്ത് നിർണയിക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം പറയാമെങ്കിൽ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും മതകീയ വിഷയങ്ങളിൽ സമൂഹത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾക്കും രാജ്യത്തെ നിർണയിക്കുന്നതിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അതൊരിക്കലും ആർക്കും തടയാനോ തള്ളിക്കളയാനോ സാധ്യമല്ല. സാമൂഹിക ഇടപെടൽ നടത്തുവാൻ ചാനൽ വളരെ അത്യാവശ്യമായ സാഹചര്യത്തിൽ നിങ്ങളുടെ ചാനൽ സംബന്ധിയായ കാര്യങ്ങൾ ഇവിടെ എത്തി എന്നാണ് ചോദ്യം. ഇൻഷാ അല്ലാഹ് മാധ്യമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് വാർത്താ ചാനലുകളിൽ ഒരു വഴിത്തിരിവായി വല്ലാതെ വൈകാതെ തന്നെ ഒരു ചാനൽ രംഗപ്രവേശം ചെയ്യും. അതിന്റെ അണിയറ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം അത് കാത്തിരിക്കും. പ്രവാസി സമൂഹം, പ്രത്യേകിച്ച് ഗൾഫ് മാധ്യമവുമായി ഹൃദയബന്ധം പുലർത്തുന്ന, അതിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഗൾഫ് സഹോദരന്മാർ അതിനെ സ്വീകരിക്കും. രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും. അവരുടെ ഹൃദയത്തിലും ആത്മാവിലും സ്വീകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്ര മാത്രമേ ഇപ്പോൾ ഇവിടെ വെച്ച് വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം ക്ഷമിച്ചതിനും ഇത്രയും നേരം കാത്തിരുന്നതിനും ഞാൻ എല്ലാവർക്കും ഒന്നുകൂടി നന്ദി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു നമ്മുടെ സംഗമം ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പാകപ്പിഴവുകളോ പോരായ്മകളോ എന്റെ വർത്തമാനങ്ങളിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പൊറുത്തു തരുമാറാകട്ടെ. വ്യത്യസ്ത സംഘടനകളും സമൂഹങ്ങളും തമ്മിൽ അകലുവാൻ എന്റെ വർത്തമാനങ്ങളിൽ എന്തെങ്കിലും സാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉദ്ദേശപൂർവമല്ല. അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ അല്ലാഹു പൊറുത്തു തരുമാറാകട്ടെ. അങ്ങനെയുള്ള ദുഷ്ഫലങ്ങളൊന്നും തന്നെ ഈ പ്രഭാഷണത്തിന് ഇല്ലാതിരിക്കുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ ഞാൻ അതിന് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഒന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.